നമ്മളിന്ന് ചുരിദാറിൽ നിന്ന് എങ്ങനെ അളവെടുത്തിട്ട് ചുരിദാർ കട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ചുരിദാർ കിട്ടിയാൽ അതിൽ നിന്ന് അളവെടുത്ത് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചുരിദാർ തുണി മാറ്റി വെച്ചിട്ട് ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്യാം. ഒരു ലൈനിങ് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 4 പീസാണിത്. ഇതിൽ നിന്ന് താഴേക്ക് 13 ഇഞ്ചാണ് ഞാൻ എടുത്തത്. ഈ ചുരിദാറിന് 13, 14 ഒക്കെ വരും. 13 ഇഞ്ചാണ് എടുത്തത്. ഷേപ്പ് വണ്ണം 19 ആണ്. അത് അന്നേരം 9.5 ഇഞ്ച്. ഷേപ്പ് വണ്ണം 9.5 ഇഞ്ച്. 9.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഓപ്പണിൻ്റെ വശത്ത് എത്രയാണ് നോക്കാം. ഓപ്പണിൻ്റെ വശം 20 ഇഞ്ചാണ് എടുക്കുന്നത്. 20 ഇഞ്ചിൽ എത്ര ഇഞ്ച് വണ്ണാന്ന് നോക്കാം. ഇവിടെ 23 ഇഞ്ചാണ് ഓപ്പണിൻ്റെ വശത്തെ വണ്ണം വന്നിരുന്നത്. ഓപ്പണിൻ്റെ വശം 20 ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്ക് അടയാളപ്പെടുത്തി. അപ്പോൾ ഓപ്പണിൻ്റെ വണ്ണം നമ്മൾ എടുത്തത് 23 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 11 ഇഞ്ച്, 11.5 ഇഞ്ച്. 23ൻ്റെ പകുതി 11.5 ഇഞ്ചാണ്. 11.5 ഇഞ്ചാണ് ഓപ്പണിൻ്റെ വശം അടയാളപ്പെടുത്തുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ലൈനിങ് ഇങ്ങനെ ഇട്ട് നമ്മൾ അളവ് ചുരിദാർ എടുത്ത് അളവ് ചുരിദാറിൻ്റെ വണ്ണം എത്രയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അളവ് ചുരിദാർ എടുത്തിട്ട് നമുക്ക് അളവ് വണ്ണം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു 21 ഇഞ്ച് വണ്ണാണ് ഈ ചുരിദാറിന് ഉള്ളത്. അപ്പം 42 ഇഞ്ച് വണ്ണാണ് ചുരിദാറിനുള്ളത്. അപ്പോൾ 21ൻ്റെ പകുതി 10.5 നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒരു 2.5 ഇഞ്ച്, 2 ഇഞ്ചൊക്കെ എടുത്തിട്ട് നമുക്ക് വെട്ടാം. അപ്പം ഞാൻ 10.5 ഇഞ്ച് ആണ് വണ്ണം വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 2 ഇഞ്ച് 12.5 ഇഞ്ച് 12.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ വെട്ടുന്നത്. അപ്പം വണ്ണം 2 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് 10.5 ഇഞ്ച് ആണ് നമുക്ക് വണ്ണം വേണ്ടത്. അപ്പം ചുരിദാറിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ ഇറക്കം എത്രയാണ് നോക്കാം. $43 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അപ്പം ഇവിടെ മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ചും ഇവിടെ പോകുന്ന 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 44.5 ഇഞ്ച് നമുക്ക് ഇറക്കം എടുക്കാം. പിന്നെ വെട്ടി റെഡിയാക്കാനുള്ളതാണല്ലോ അടിച്ച് കഴിഞ്ഞിട്ട്. 40 ലൈനിങ് ആകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇറക്കം വേണ്ട. ഇത് 40 ഇഞ്ച് ഇറക്കമുള്ള ലൈനിങ്ങിനെ സാധാ തുണി വെട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് അളവ് ഇതിനെ എടുക്കേണ്ടതാണ്. അപ്പോൾ സാധാ തുണി വെട്ടുമ്പോൾ ഇറക്കം ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ല തുണി വെട്ടുന്നത്. അപ്പം ഇറക്കം മാത്രം കൂടുതൽ എടുക്കണം. ഷോൾഡർ കഴുത്തകലം പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഷോൾഡർ എത്രയാണെന്നാണ്. കഴുത്തിൻ്റെ അകലം 6 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് കഴുത്തകലും ഷോൾഡർ വന്നിട്ട് 11 ഇഞ്ചാണ്. 11ൻ്റെ പകുതി 5.5. നമ്മളിവിടെ 12 ഇഞ്ചാണ്. 12ൻ്റെ പകുതി 6 ഇഞ്ചാണ് ഷോൾഡർ. 12 ഇഞ്ചാണ് ഷോൾഡർ. അതിൻ്റെ പകുതി 6 ഇഞ്ച് ഷോൾഡറാണ് ഞാൻ എടുക്കുന്നത്. 6 ഇഞ്ച് ഷോൾഡർ എടുത്ത് കൈക്കുഴി നമ്മൾ
നമ്മൾ 6 ഇഞ്ചാണ് കൈക്കുഴി എടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വരെ 6 ഇഞ്ച് നമ്മൾ വരച്ച അടയാളപ്പെടുത്തുന്ന 6 ഇഞ്ചാണ് കൈക്കുഴി എടുക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് ഷോൾഡർ 6 ഇഞ്ചിൻ്റെ കൂടി വരച്ച് കൊടുക്കുന്നത്. 6 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്തേക്കുന്നത്. 6 ഇഞ്ച് തന്നെയാണ് കൈക്കുഴിയും വന്നത്. 6 ഇഞ്ച് കൈക്കുഴി താഴേക്ക് അടയാളപ്പെടുത്തി. ഇനി നമ്മളുടെ വണ്ണം ഇവിടെ 10.5 ഇഞ്ച് വണ്ണമാണ് അടയാളപ്പെടുത്തുന്നത്. ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 10.5 ഇഞ്ച് ഇവിടെ വരച്ച് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 12 ഇഞ്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ചുരിദാറിൻ്റെ 13 ഇഞ്ചാണ് ഞാനിവിടെ ഷേപ്പ് അടയാളം എടുക്കുന്നത്. ആ 13 ഇഞ്ചിന് ഇവിടെ എത്രയാണ് വണ്ണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 19 ഇഞ്ചാണ് 19 ഇഞ്ചാണ് ഷേപ്പിൻ്റെ വണ്ണം വന്നേക്കണേ. വരച്ച പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഈ പോയിന്റിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുക. അത് ഇവിടെ ഒരു ഷേപ്പായിട്ടിങ്ങനെ വരച്ചു കൊടുക്കുക. തയ്യൽത്തുമ്പ് ഇടുക. ഇവിടെ നമ്മൾ ഈ ഓപ്പണിൻ്റെ വശത്ത് നമ്മൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് മാത്രമേ ഇടാൻ പാടുള്ളൂ. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് മാത്രമേ ഇടാവുള്ളൂ. പിന്നെ അവിടുന്ന് താഴേക്ക് നമ്മൾ ഈ ഓപ്പണിൻ്റെ വശം ഇവിടെ 12.5 ഇഞ്ചാണ് ഓപ്പണിൻ്റെ വശത്ത് വണ്ണം. അതിൽ നിന്നൊരു 2.5 ഇഞ്ചും കൂടി കൂടുതൽ ഇട്ടിട്ട് 14.5 ഇഞ്ചാണ് നമ്മൾ താഴെവശം ചുരിദാറിൻ്റെ താഴെവശം എടുക്കേണ്ടത്. ഇതിപ്പം ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത് ലൈനിങ് ആണല്ലോ. പിന്നെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെട്ടി ലെവലാക്കുമ്പോൾ കറക്റ്റായിട്ട് അളന്നിട്ട് നമ്മൾ വെട്ടി ഓപ്പൺ അടിക്കാൻ നേരത്ത് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് വെട്ടുന്നതെന്ന് കാട്ടിത്തരാം. കൈക്കുഴി നമ്മൾ ഇങ്ങനെ കൈക്കുഴി വരയ്ക്കുമ്പോൾ ഇതിപ്പോൾ 6 ഇഞ്ചായപ്പം 3 ഇഞ്ച് അതിൻ്റെ സെൻറ്ററിലൊരു പോയിൻ്റ് കൊടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് വേണം നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വരയ്ക്കാൻ. ഇങ്ങനെ വരയ്ക്കണം. പിന്നെ കഴുത്ത് ഇന്നാണ് ഞാൻ ഇട്ടതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചുരിദാർ എങ്ങനെ അളവെടുത്ത് ഒരു ചുരിദാർ കിട്ടുമ്പോൾ അതിൽ നിന്ന് അളവെടുത്ത് വെട്ടുന്ന രീതിയാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നാണ് ഞാൻ ഇട്ട വീഡിയോയിൽ എത്രത്തോളം ക്ലിയറായി എന്നറിയാത്തതുകൊണ്ടാണ് രണ്ടാമതൊന്നും കൂടി കറക്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ കഴുത്ത് ഞാൻ ക്യാൻവാസ് വെച്ച് അടിക്കുന്ന കാരണം കഴുത്ത് ഞാനിപ്പോൾ വെട്ടുന്നില്ല. തയ്യൽത്തുമ്പ് ഇടുന്ന കാര്യം മറക്കരുത്. അളന്നിട്ട് നമ്മൾ ഇതിൽ കൂടി വരച്ചിട്ട് ഇതിൽ കൂടി തന്നെ അങ്ങ് വെട്ടരുത്. നമ്മൾ തയ്യൽത്തുമ്പ് ഇടുന്നത് നമ്മൾ അപ്പം തന്നെ അടയാളപ്പെടുത്തണം. അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ ഇതാന്ന് ഓർത്ത് ഇതിൽ കൂടി ഒന്ന് വെട്ടിപ്പോവും. ഇതിൽ കൂടി ഒരിക്കലും വെട്ടരുത്. തയ്യൽത്തുമ്പിൽ കൂടി വെട്ടാവുള്ളൂ.
ഒരു കഴുത്തിൻ്റെ വശം ഒരു നടുക്ക് സെൻറ്റർ ഒരു മാർക്ക് കൊടുക്കുക. രണ്ട് ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നല്ല തുണിയിൽ വെച്ചിട്ട് വെട്ടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല തുണി എടുത്ത് വയ്ക്കുക. നല്ല തുണി നാലായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് അങ്ങോട്ട് വെച്ചിട്ട് അതേപോലെ തന്നെ വെട്ടിയെടുത്താൽ മതി. അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. നല്ല തുണി 4 പീസായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് കറക്റ്റ് ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുത്ത് അപ്പോൾ നമുക്ക് ഇറക്കം ആവശ്യത്തിനുള്ള ഇറക്കം എടുത്ത് ഇറക്കം നല്ല തുണിയിൽ നമ്മൾ ഇതിൻ്റെ ഇറക്കമല്ല കറക്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കം എടുക്കണം. ഇറക്കം എടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ വരയ്ക്കേണ്ടവർക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് അങ്ങ് വെട്ടിയാൽ മതി. ഇതുപോലെ അങ്ങ് വെട്ടിയാൽ മതി. വരയ്ക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുത്തിട്ട് വെട്ടുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാനിടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.